ഹായ് ഹലോ എവരി വൺ. നമുക്കിന്ന് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ നോക്കാം. നമുക്കറിയാമല്ലേ, ഒരു ട്രേഡർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ട്രെൻഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. കാരണം ട്രെൻഡ് ലൈൻസിലൂടെ നമുക്ക് ഒരുപാട് അടിപൊളി സൂപ്പർ ട്രേഡ്സ് കിട്ടും. ട്രെൻഡ് ലൈൻസിലൂടെ നമുക്ക് ഒരുപാട് കൺഫർമേഷൻ എടുക്കാൻ പറ്റും. നമുക്കറിയാലോ, ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫർമേഷൻ കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ട്രേഡ് വൻ ചെയ്യാൻ പറ്റുള്ളൂ. പല രീതിയിലുള്ള കൺഫർമേഷൻ ആയിരിക്കും. ഇൻഡിക്കേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ മെത്തേഡ് അനുസരിച്ചിട്ടാണ്. പക്ഷെ ഇതിലെല്ലാം വരുന്നൊരു സംഭവമാണ് ഏത് ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുക നമുക്ക് നോക്കാം. ട്രെൻഡ് ലൈൻസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ പവർഫുള്ളും ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ട്രേഡിങ്ങിൽ. നമ്മൾ ഏത് മാർക്കറ്റിലാണെങ്കിലും, ഈ ലോകത്തെ ഏത് മാർക്കറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ട്രെൻഡ് ലൈൻസ് യൂസ് ആണ്. നമ്മൾ ഏത് ചാർട്ടിൽ യൂസ് ചെയ്താലും ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ ലൈൻ ചാർട്ട് എടുത്താലും നമുക്ക് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാം. അതിൽ ട്രെൻഡ് ലൈൻ ഒരു അടിപൊളി ടൂൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ നോക്കാം. നമുക്ക് അതിനുവേണ്ടി നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യണം നമ്മുടെ ആപ്പായിട്ടുള്ള ട്രേഡിംഗ് വ്യൂ എടുക്കാം. ട്രേഡിംഗ് വ്യൂവിൽ ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ടച്ചസ് എവിടെയാണോ വരുന്നത് അവിടെ ട്രെൻഡ് ലൈൻസ് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻസ് നമ്മൾ സെലക്ട് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു. നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടച്ച് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്ക്, ഇവിടെ ഒരു ടച്ച്, ഇവിടെ 2 ടച്ച്, കൃത്യമായിട്ട് അവിടെ തന്നെ വന്നിട്ട് ഇന്നത്തെ ലോയും അതിനൊരു റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ. അതാണ് എന്താ പറയുക, ഒരു ബേസിക് ആയിട്ട് ട്രെൻഡ് ലൈൻസിൻ്റെ പവർ അതാണ്. എവിടെ നിന്ന് നമ്മൾ വരച്ചാലും ട്രെൻഡ് ലൈൻസ് കൃത്യമായിട്ട് അതിലൊന്ന് സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റൻസും എടുക്കും. ഈ സപ്പോർട്ടിൻ്റെ പൊട്ടി താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെയാണ് ബ്രേക്ക് ഡൗൺ വരിക. ഇതേ ഇതിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ തകർത്ത് മുകളിലേക്കാണ് സ്റ്റോക്ക് പോകണമെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുക, അതാണ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുക. നമുക്ക് ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണിലും ട്രേഡ് ചെയ്യാൻ പറ്റും ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട്. ട്രെൻഡ് ലൈൻസ് നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും എപ്പോൾ വേണമെങ്കിലും വരയ്ക്കാവുന്ന ഒരു ടൂളാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇന്നത്തെ ലോയും ഇവിടുത്തെ സപ്പോർട്ട് എടുത്തു, കൃത്യമായിട്ട് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻസിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്യണത്. ഇനിയിപ്പോൾ ട്രെൻഡ് ലൈനിന് ഒന്ന് താഴെ പോയിട്ട് ഇതിൻ്റെ മേലേക്കാണ് ക്ലോസ് ചെയ്തതെങ്കിലും അങ്ങനെയും ക്ലോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. കാരണം ട്രെൻഡ് ലൈന് റെസ്പെക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് ബിയറിഷ് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് ലൈനൊക്കെ റെസ്പെക്ട് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് തീരെ മോശമാണെങ്കിൽ നമുക്കറിയാലോ, ഏതിലും ഒന്നിനും മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യില്ല. അതുപോലെയാണ് ട്രെൻഡ് ലൈൻസിനൊക്കെ എന്താ പറയുക, ഒരു ബ്രേക്ക് ഡൗണും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിലേക്ക് ബിയറിഷ് മാർക്കറ്റൊക്കെ ആണെങ്കിൽ പോകും. ഇപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ മാർക്കറ്റാണ്, പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺഫാൾ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇപ്പോൾ ട്രെൻഡ് ലൈനിന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ട്രെൻഡ് ലൈൻസ് മാത്രമല്ല, നമുക്ക് ട്രെൻഡ് ലൈൻസിൽ തന്നെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് വരണം. ലൈക്ക് വോളിയം അല്ലെങ്കിൽ മറ്റ് അതർ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനത്തെ എല്ലാം വരുമ്പോഴാണ് നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ട്രെൻഡ് ലൈൻസ് ഒരുപാട് ടൈം ഫ്രെയിമിൽ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരച്ച് കഴിഞ്ഞാലും ഇതവിടെ ഒരു ട്രെൻഡ് ലൈനാണ്. ഇതവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നു, ഒരു ക്യാൻഡിൽ വീണ്ടും വന്നു, പിന്നെ കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രെൻഡ് ലൈൻസ് വരുന്നത്. നമ്മൾ എത്ര ചെറിയ ടൈം ഫ്രെയിമിലാണെങ്കിലും ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. എവിടെയാണോ കൂടുതൽ ടച്ച് വരുന്നത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കണ്ടില്ലേ, ഇവിടെ 1 2 ടച്ച് ഒരു മിനിമം ഉണ്ടാവും. മിനിമം ടച്ച് എന്ന് പറയുന്നത് 2 ടച്ച് തീർച്ചയായിട്ടും വേണം. അപ്പോഴാണ് ട്രെൻഡ് ലൈൻ കംപ്ലീറ്റ്. അല്ലാണ്ട് ഒരു ടച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ടച്ച്, ഇവിടെ ഒരു ടച്ച്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ അതുപോലെ കുഞ്ഞു ടൈം ഫ്രെയിമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ട്രെൻഡ് ലൈൻസ്. പിന്നെ ട്രെൻഡ് ലൈൻസ് നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും വരയ്ക്കാൻ പറ്റും. അതുപോലെ എന്താ പറയുക, കണ്ടില്ലേ, ഇതിപ്പോൾ വലിയൊരു കഴിഞ്ഞ ജൂൺ തൊട്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഒരു മാജിക് തന്നെ കാണാൻ പറ്റും. കാരണം അതിനൊക്കെ സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ജൂൺ തൊട്ടിട്ട് ഇവിടെ വരെ ഇതാണ്ടല്ലേ, ഈ ട്രെൻഡ് ലൈൻസിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് പൊട്ടി താഴെ വന്നു, ഒരു ബ്രേക്ക് ഡൗൺ വന്നു ട്രെൻഡ് ലൈനിൽ. ആ റെസിസ്റ്റൻസിനെ എന്താ പറയുക, അവിടെ നിൽക്കാൻ പറ്റിയില്ല സ്റ്റോക്കിന്. പിന്നെ തിരിച്ചു വന്നു, ഇവിടെ ഒരു ബിൽഡപ്പ് നടത്തി, പിന്നെ കയറിപ്പോയി, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നു. കണ്ടില്ലേ, ഇത് ഇത്രയും വലിയൊരു ട്രെൻഡ് ലൈനാണ്. ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് സ്റ്റോക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇതവിടെ ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഇതുപോലെ നമുക്ക് ഒരുപാട് എല്ലാ ചാർട്ടിലും എല്ലാ ടൈം ഫ്രെയിമിലും നമുക്ക് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഡോളറിൽ ട്രെൻഡ് ലൈൻസ് വരച്ച് നോക്കാം. അപ്പം ഇനി
ഫസ്റ്റ് തന്നെ നമുക്കിത് അവിടെ ഒരു ട്രെൻഡ് ലൈൻ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒന്ന് വരച്ചത് കണ്ടില്ലേ, ഇതിവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നു. ഈ ട്രെൻഡ് ലൈൻ എന്ത് സംഭവിച്ചു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക്, അതായത് ഡോളർ ഇൻഡെക്സ് കയറിപ്പോയി. പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു, അതിൽ എന്താ പറയുക, ഡോളർ താഴെ വന്നു. ഇനി ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ അവൈലബിൾ ആണ്. നമുക്കൊന്ന് ടൈം ഫ്രെയിം ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരു നല്ല നല്ല ട്രെൻഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് ഇതാ നമുക്ക് ഫോർവേഡ് ചാർട്ടിലിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടി വരച്ചാലും കണ്ടില്ലേ, റെസ്പെക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. സംഭവം ഡോളർ എന്ന് പറയുന്നത് താഴെ പ്രൈസ് വന്ന് ട്രേഡ് ചെയ്തെങ്കിൽ പോലും ഡോളർ എവിടെയാണ് ക്ലോസ് ചെയ്തത്, ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രെൻഡ് ലൈനിനെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നതാണ്. ട്രെൻഡ് ലൈൻ ഒരു അടിപൊളി ടൂൾ തന്നെയാണ് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ടൈമിൽ. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ടൈം ഫ്രെയിമിൽ ഒരുപാടെണ്ണം നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്താ, നമുക്ക് അടുത്തൊരു ട്രെൻഡ് ലൈൻസ് വരയ്ക്കാം. ഇത് കണ്ടില്ലേ, ഇതാ ഇവിടെ നിന്നും എന്താ സംഭവിച്ചത്, ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ട് പോലെ പ്രൈസ് കയറിയെങ്കിലും പക്ഷെ അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് റെസിസ്റ്റൻസിൽ ഹിറ്റായിട്ട് ഇതോടെ റെസിസ്റ്റൻസ്, ഇവിടെയും റെസിസ്റ്റൻസ്, അങ്ങനെ ഹിറ്റ് ചെയ്ത് അവസാനം താഴെ വന്നു. ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് ട്രെൻഡ് ലൈൻ ഉണ്ട് ഡോളറിൽ, നമുക്ക് ഒരുപാട് ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പറ്റും, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ടൊരു ഇത് കണ്ടല്ലേ, ഒരു ബ്രേക്ക് ഔട്ട് കാണുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെയും റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതിൽ ഹിറ്റായി. നമുക്ക് ടച്ചസ് നോക്കും, 1, 2, 3, 4, 5-മത്തേൽ ഡോളർ കയറിപ്പോയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നാണ് പിന്നെ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് കയറിപ്പോയത്. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ തന്നു. ഇപ്പോൾ ഒന്ന് വീണ്ടും കയറാനുള്ള ടെൻഡൻസിയാണ് ഡോളർ കാണിക്കുന്നത്. നമുക്കറിയില്ല, ഡോളർ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കണ്ടില്ലേ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇവിടെ കയറി ഓപ്പൺ ചെയ്ത ഡോളർ ഇൻഡെക്സ് പിന്നെ താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ട്രെൻഡ് ലൈൻസ് ഇവിടെ വരയ്ക്കാൻ പറ്റും. മൊത്തത്തിൽ നോക്കിയാൽ ഇപ്പോൾ വീക്ക്ലി ചാർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ട്രെൻഡ് ലൈൻസ് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏത് ടൈം ഫ്രെയിമിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് കാണാം ട്രെൻഡ് ലൈനിൽ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് ഇപ്പോൾ കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻസിൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. നിങ്ങളിനി ഒരുപാട് പഠിക്കുക. നമുക്ക് ട്രെൻഡ് ലൈൻസ് ഒരുപാട് ടൈം വരച്ചാലാണ് അതിലൊരു ക്ലാരിറ്റി കിട്ടുക. നമുക്ക് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് ട്രെൻഡ് ലൈൻസ് ഒരുപാട് പെർഫെക്റ്റ് ആവുക. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് കയറി പോയിരിക്കുന്നുണ്ടാവും. ഇതാണ് ട്രെൻഡ് ലൈൻസിൻ്റെ ഒരു യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ. നമുക്കിതിൽ സൂപ്പറായിട്ട് ട്രേഡ് വൺ ചെയ്യാൻ പറ്റും. ഒരു ട്രെൻഡ് ലൈനിനെ വിശ്വസിക്കുന്ന ആൾക്ക് കയറിപ്പോയ ഒരു സ്റ്റോക്ക് തിരിച്ച് ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. എന്നിട്ട് തിരിച്ച് കയറിപ്പോയിട്ട് അടുത്ത റെസിസ്റ്റൻസ് വരുന്നവരെ നമുക്കത് ഹോൾഡ് ചെയ്യാനും പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് എല്ലാവിടെയും നോക്കിയാൽ കാണാം, കൃത്യമായിട്ടൊരു പൊസിഷനിൽ ട്രെൻഡ് ലൈൻസിൽ തിരിച്ച് വരുന്ന ഒരു സ്വഭാവം സ്റ്റോക്ക് അല്ലെങ്കിൽ എല്ലാം കാണിക്കുന്നത് കാണാം. അപ്പോൾ ആ തിരിച്ച് വരുന്ന സമയത്ത് മേടിച്ചിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും എന്തായി, മിനിമം ആയി. നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുന്ന സ്റ്റോപ്പ് ലോസ് അല്ല ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഉള്ളത്. അപ്പോൾ സ്റ്റോപ്പ് ലോസും നമുക്ക് ട്രെൻഡ് ലൈനിലൂടെ മിനിമം ആക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ടൂൾ തന്നെയാണ് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.